ഹായ് ഗൈസ്, ഇപ്പോൾ ഇത് കണ്ടോ? എന്താണെന്നറിയണ്ടേ? ചുമ്മാ അങ്ങ് കണ്ടാൽ മതി. അത് നമ്മുടെ എണ്ണയെ കിടന്ന് തണ്ടി മൊരിയുന്ന സംഭവം കണ്ടോ? ഇതൊരു അൽബൂരിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്നാൽ അൽബൂരിയൊന്നും അല്ല കേട്ടോ. ഇതൊരു നമ്മുടെ പൊട്ടറ്റോ ക്രിസ്പി സ്നാക്സാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ തനീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പൊട്ടറ്റോ വെച്ചിട്ട് അടിപൊളി ഒരു ക്രിസ്പി സ്നാക്സ് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. ഇതിനൊക്കെ കഴുകി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മുടെ പൊട്ടറ്റോ നല്ലതുപോലെ വേവിച്ച് ഉടയ്ക്കാനുള്ളതാണ്. ഇതേണക്ക് നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഞെങ്ങുകൊണ്ട് അകത്തോട്ട് ഇതേണക്ക് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ ഇതിനകത്തൊരു വേറൊരു പശപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നല്ലതുപോലെ വെന്ത് ഇതേണക്ക് എടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കണം കേട്ടോ. ഈ പൊട്ടറ്റോ ആയതുകൊണ്ട് മാത്രമല്ല, നല്ല ചൂടാണ് സംഭവം. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തല്ലേ. അപ്പോൾ ഇതേണക്ക് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും ഇട്ട് അതേ കണക്ക് തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇതിനകത്ത് വേറെ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട. ഇത് മാത്രം മതി കേട്ടോ. ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, കോൺഫ്ലവർ, ഇത് മാത്രം ഇട്ടതാണ് ഇതേ കണക്ക് ഈ ഒരു ടെക്സ്ചറിൽ കുഴച്ചെടുത്ത് മാറ്റി വെക്കുക. എന്നതിന് ശേഷം കൈയൊക്കെ വരുന്ന വൃത്തിയാക്കി ഇത്തിരി കയ്യിൽ ഇത്തിരി ഓയിൽ തേച്ചതിന് ശേഷം ഇതേ കണക്ക് സംഭവം റെഡിയാക്കി എടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. എനിക്ക് ഇച്ചിരി കൂടെ ചെയ്തപ്പോൾ കംഫർട്ടായിട്ട് തോന്നിയ ആ ഒരു ഷേപ്പാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാറാക്കുന്നത്. അപ്പോൾ ചുമ്മാ അങ്ങനെ ഷേപ്പ് കിട്ടത്തില്ല. ജസ്റ്റ് ഇതേ കണക്കൊന്ന് ആക്കിയിട്ട് ഞാൻ ഇതിനെ ഒരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇതെല്ലാം അങ്ങ് മാറ്റിയെടുക്കാമല്ലോ. അധികം വന്ന ആ ഒരു മാവ് കാര്യങ്ങളങ്ങ് മാറ്റിയെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ അടപ്പ് വെക്കുമ്പോൾ ഈ ഒരു വട്ടത്തിലെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ നടുക്ക് അടുത്തതായിട്ട് വേണ്ട ഒരു ചെറിയൊരു ഹോള്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ ചെറിയൊരു സംഭവം എൻ്റെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു നടുക്കത്തെ ആ ഒരു ഭാഗം അങ്ങ് മാറിക്കിട്ട്. അപ്പോൾ ഇതേ കണക്ക് ഞാൻ കുറച്ച് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് ചെയ്ത് വെച്ചതെല്ലാം ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്തതാണ്ട് ഒരു പാനിലോ ഇരുമ്പ് ചട്ടിയിലോ എങ്ങനെയാണെങ്കിലും ചീനച്ചട്ടിയിലോ ഏതിലാണെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഓയിൽ ഹീറ്റ് ആയതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കേട്ടോ, പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടും. അത് മാത്രമല്ല പ്രത്യേകിച്ചൊരു കാര്യം തന്നെ, ഇട്ട ഉടനെ നമ്മൾ ഇതെടുത്ത് ഇതിനൊക്കെ ചട്ട് വെച്ചോ കണ്ണാപ്പയുടെ ഇത് വെച്ചിട്ട് ഒന്നും ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് അതൊന്ന് ഹീറ്റായി ആ ഒരു മേളത്തെ ഭാഗം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടത്തക്ക രീതിയിലാവുമ്പോൾ മാത്രമേ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ മാവ് നമ്മുടെ ആ ഒരു ചട്ടുവത്തിനകത്ത് സംഭവത്തിനകത്ത് പിടിച്ച് അതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ വരാതെ ഇതേ കണക്ക് ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോൾ നമുക്ക് തൊട്ട് കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പാകം. അതേ കണക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഇതേ കണക്ക് കോരി മാറ്റാം. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാവും കേട്ടോ. നല്ലതുപോലെ ഇതങ്ങ് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയി കിട്ടും. അപ്പം പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട കാര്യം, ഓയിൽ നല്ല ചൂടായതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, മറന്നു പോരുത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി പൊട്ടറ്റോ ഇതാണ് സംഭവം. നിങ്ങൾക്ക് ഈ കാണുന്ന നടക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ക്രിസ്പിയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിനകം മൊത്തം പൊള്ളയാണ്. കഴിക്കാനും അടിപൊളിയാണ്. മയണൈസ് സോസും ഒക്കെ കൂടി സൂപ്പറാണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.